നമസ്കാരം. നിങ്ങളുടെ പണം ഏറ്റവും സേഫായ ഒരിടത്താണ് ഇട്ടിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? നമ്മൾ സംസാരിക്കുന്നത് ഫിക്സ്ഡ് ഡെപ്പോസിറ്റുകൾ, ഗവൺമെന്റ് ബോണ്ടുകൾ അല്ലെങ്കിൽ എൻഡോമെന്റ് പോളിസികൾ അങ്ങനെയുള്ളവയെക്കുറിച്ചാണ്. ഈ റിസ്ക് ഫ്രീ എന്നൊക്കെ പറയുന്ന നിക്ഷേപങ്ങളുണ്ടല്ലോ, അത് ശരിക്കും അത്ര സേഫാണോ? വാ, നമുക്കിതിന്റെ ഉള്ളിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. അതെ, ഇതാണ് ഇന്നത്തെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. കാരണം നമ്മുടെ കഷ്ടപ്പാടിന്റെ കാര്യം വരുമ്പോൾ പുറമേ കാണുന്നതൊന്നുമാവില്ല ചിലപ്പോൾ സത്യം. അപ്പോൾ എന്താണ് ഈ റിസ്ക് ഫ്രീ നിക്ഷേപമെന്ന് പറഞ്ഞാൽ? സിമ്പിളായിട്ട് പറഞ്ഞാൽ, നിങ്ങളിട്ട പണം ഒരു കാരണവശാലും നഷ്ടപ്പെടില്ല, കൂടെ ഒരു ഉറപ്പുള്ള പലിശയും കിട്ടും. ഇതാണ് തിയറി. പക്ഷേ ഈ നിർവചനം കഥയുടെ ഒരു സൈഡ് മാത്രമേ നമുക്ക് കാണിച്ചു തരുന്നുള്ളൂ. എന്തുകൊണ്ടാണ് ഇത്രയധികം ആളുകൾ, ചിലപ്പോൾ നിങ്ങളും ഞാനുമടക്കം, ഈ ഉറപ്പുള്ള സുരക്ഷിതമായ നിക്ഷേപങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നത്? അതിന്റെ പിന്നിലുള്ള സൈക്കോളജി എന്താണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. എന്തുകൊണ്ടാണ് നമ്മളൊക്കെ, പ്രത്യേകിച്ചും ഇന്ത്യയിൽ, ഇത്തരം നിക്ഷേപങ്ങളുടെ പുറകെ പോകുന്നത്? ഈ കാരണങ്ങൾ നോക്കിയാൽ നമുക്കെല്ലാവർക്കും എവിടെയൊക്കെ ഒരു ബന്ധം തോന്നും. ഒന്ന്, സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ചുള്ള വലിയ ധാരണയില്ലായ്മ. പിന്നെ പണം പോയാലോ എന്നുള്ളൊരു പേടി, നമ്മുടെ അച്ഛനപ്പൂപ്പന്മാരൊക്കെ ചെയ്തു കണ്ട ശീലം. പിന്നെ ഏജന്റുമാരുടെ തള്ളും മീഡിയയുടെ പേടിപ്പിക്കലും. ഇതിനിടയ്ക്ക് സ്വന്തമായി റിസർച്ച് ചെയ്യാനൊന്നും ആർക്കും സമയം കിട്ടാറുമില്ലല്ലേ? ഓക്കെ, ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. നമ്മൾ അങ്ങേയറ്റം സുരക്ഷിതമെന്ന് കരുതുന്ന ഈ നിക്ഷേപങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന, പലപ്പോഴും ആരും ശ്രദ്ധിക്കാത്ത കുറേ അപകടങ്ങളുണ്ട്. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. സ്റ്റോക്ക് മാർക്കറ്റിലെ കയറ്റിയിറക്കങ്ങളെക്കാൾ വലിയൊരു നിശബ്ദനായ ശത്രുവുണ്ട് നമ്മുടെ പണത്തിന്. അതിന്റെ പേരാണ് ഇൻഫ്ലേഷൻ, അല്ലെങ്കിൽ പണപ്പെരുപ്പം. വർഷം കഴിയുന്തോറും നിങ്ങളുടെ പണത്തിന്റെ വിലയില്ലാതാക്കുന്ന ഒരു പ്രക്രിയയാണിത്. ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. സങ്കൽപ്പിക്കുക, നിങ്ങളുടെ ഫിക്സഡ് ഡെപ്പോസിറ്റിന് 7% പലിശ കിട്ടി. കൊള്ളാം അല്ലേ? പക്ഷേ ആ വർഷം സാധനങ്ങളുടെ വില 8% കൂടി. അപ്പോൾ യഥാർത്ഥത്തിൽ എന്ത് സംഭവിച്ചു? നിങ്ങളുടെ കയ്യിലെ പണത്തിന്റെ ശക്തി, അതായത് വാങ്ങൽ ശേഷി, 1% കുറഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ, നിങ്ങളുടെ പണം വളരുന്നില്ല, ശരിക്കും പറഞ്ഞാൽ തളരുകയാണ്. പേപ്പറിലെ ലാഭം, പക്ഷേ ജീവിതത്തിൽ നഷ്ടം. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കാത്ത ഏറ്റവും വലിയ അപകടം. ഇൻഫ്ലേഷൻ ഒരു തുടക്കം മാത്രമാണ്. വേറെയുണ്ട് അപകടങ്ങൾ. ലിക്വിഡിറ്റി റിസ്ക്, അതായത് പെട്ടെന്നൊരാവശ്യത്തിന് പണമെടുക്കാൻ പറ്റാത്ത അവസ്ഥ. പലിശ നിരക്കുകൾ കുറഞ്ഞാൽ അടുത്ത തവണ പുതുക്കുമ്പോൾ നഷ്ടം വരും. കിട്ടുന്ന വരുമാനത്തിന് വലിയ ടാക്സ് കൊടുക്കേണ്ടി വരും. ഇനി കാലാവധിക്ക് മുൻപ് പിൻവലിച്ചാലോ? അതിന് പിഴ വേറെ. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇതിന്റെ പിന്നാലെയുണ്ട്. വെറുതെ തിയറി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് കുറച്ച് യഥാർത്ഥ ജീവിതാനുഭവങ്ങളിലൂടെ കടന്നുപോകാം. ഈ പറയുന്ന റിസ്കുകൾ സാധാരണക്കാരുടെ ജീവിതത്തെ എങ്ങനെയാണ് ബാധിച്ചതെന്ന് നേരിട്ട് കാണാം. ഇദ്ദേഹമാണ് രമേശ്. ഗ്യാരണ്ടീഡ് റിട്ടേൺ എന്ന വാക്ക് കേട്ട് ഒരു നിക്ഷേപം നടത്തിയ സാധാരണക്കാരനായ ഒരു വ്യക്തി. രമേശിന്റെ അവസ്ഥയൊന്ന് നോക്കിക്കേ. പണപ്പെരുപ്പത്തെ മറികടക്കാൻ അദ്ദേഹത്തിന്റെ നിക്ഷേപത്തിന് കഴിയുന്നില്ല. പോരാത്തതിന് പുതിയ ടാക്സ് നിയമങ്ങൾ വന്നപ്പോൾ ഈ പോളിസി കൊണ്ടുള്ള നികുതി ഇളവും പോയി. പക്ഷേ പ്രീമിയം അടച്ചേ പറ്റൂ. പണം അവിടെ ലോക്കായി കിടക്കുന്നു, ഒരു ഗുണവുമില്ലാത്ത അവസ്ഥ. അടുത്തത് പ്രിയ, ഒരു പ്രവാസി ഇന്ത്യക്കാരി. പ്രിയ നേരിട്ടത് വേറൊരു തരം റിസ്ക്കാണ്. ഇന്ത്യയിൽ പലിശ കൂടുതലാണല്ലോ എന്ന് കണ്ട് പ്രിയ ഒരു NRE ഫിക്സഡ് ഡെപ്പോസിറ്റിൽ നല്ലൊരു തുക നിക്ഷേപിച്ചു. പക്ഷേ രൂപയുടെ മൂല്യം അവർ താമസിക്കുന്ന രാജ്യത്തെ കറൻസിയെ അപേക്ഷിച്ച് ഇടിഞ്ഞു. അവസാനം കാലാവധി കഴിഞ്ഞ് പണം തിരികെ മാറ്റിയപ്പോൾ കിട്ടിയ പലിശയൊക്കെ പോയിട്ട് മുതൽ മുടക്കിയതിനേക്കാൾ കുറഞ്ഞ തുകയാണ് കയ്യിൽ കിട്ടിയത്. ഇതാണ് കറൻസി റിസ്ക് എന്നു പറയുന്നത്. അവസാനമായി സുരേഷിന്റെ കഥ. റിട്ടയർമെന്റ് ജീവിതം നയിക്കുന്ന ഒരാൾ. അദ്ദേഹത്തിന് നിക്ഷേപത്തിൽ നിന്നുള്ള വരുമാനം വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. സുരേഷ് തന്റെ റിട്ടയർമെന്റ് ഫണ്ട് മുഴുവനും ഉയർന്ന പലിശ കിട്ടിയിരുന്ന ഫിക്സഡ് ഡെപ്പോസിറ്റുകളിലാണ് ഇട്ടിരുന്നത്. എന്നാൽ കാലാവധി കഴിഞ്ഞപ്പോൾ പലിശ നിരക്ക് പകുതിയായി കുറഞ്ഞു. അത് അദ്ദേഹത്തിന്റെ മാസവരുമാനത്തെ വല്ലാതെ ബാധിച്ചു. ഇതാണ് റീഇൻവെസ്റ്റ്മെന്റ് റിസ്ക്. അപ്പോ പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചു. ഇനി ഇതിനൊരു പരിഹാരം വേണ്ടേ? നമ്മുടെ പണവും റിസ്ക്കും കൈകാര്യം ചെയ്യാൻ കൂടുതൽ സ്മാർട്ടായൊരു വഴിയുണ്ട്. യഥാർത്ഥ സ്മാർട്ട് ഇൻവെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ റിസ്ക് മൊത്തത്തിൽ ഒഴിവാക്കുന്നതല്ല, അതിനെ ബുദ്ധിപരമായി മാനേജ് ചെയ്യുന്നതാണ്. ഇങ്ങനെ ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ എമർജൻസി ഫണ്ട്, അല്ലെങ്കിൽ അടുത്ത 1-2 വർഷത്തിനുള്ളിൽ വേണ്ട പണം, അത് റിസ്ക് ഫ്രീ ആയ ഇടങ്ങളിൽ വെക്കാം. അവിടെ നമ്മുടെ ലക്ഷ്യം പണം വളർത്തലല്ല, സംരക്ഷിക്കലാണ്. എന്നാൽ നിങ്ങളുടെ റിട്ടയർമെന്റ്, മക്കളുടെ വിദ്യാഭ്യാസം, അങ്ങനെയുള്ള വലിയ ദീർഘകാല ലക്ഷ്യങ്ങൾക്ക് നിങ്ങളുടെ പണം വളർന്നേ മതിയാവൂ. പണപ്പെരുപ്പത്തെ തോൽപ്പിക്കണം. അവിടെയാണ് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് പോലെയുള്ള റിസ്ക് മാനേജ്ഡ് ആസ്തികളുടെ ആവശ്യം വരുന്നത്. ഓരോ ഗോളിനും ഓരോ തരം നിക്ഷേപം. അതാണ് ശരിയായ സുരക്ഷ. അപ്പോൾ പോകുന്നതിനു മുൻപ് ഈ ഒരു ചോദ്യം നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കണം. നിങ്ങൾ ഇത്ര കഷ്ടപ്പെട്ട് പണിയെടുക്കുമ്പോൾ നിങ്ങളുടെ പണം നിങ്ങൾക്ക് വേണ്ടി അതുപോലെ പണിയെടുക്കുന്നുണ്ടോ? അതോ നിങ്ങൾ അറിയാതെ അതിന്റെ മൂല്യം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണോ? ഒന്നുകൂടി ആലോചിക്കാനുള്ള സമയമായി.
നിങ്ങളുടെ സുരക്ഷിത നിക്ഷേപങ്ങളെക്കുറിച്ച് ഒന്നുകൂടി ചിന്തിക്കാനുള്ള സമയം.